പരദേശിയായി പാർത്തദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂമിയിൽ നിന്റെ നന്മകൾ കോത്തതുപോ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂമിയിൽ നിന്റെ നന്മകൾ കോത്തതുപോ. വിട്ടു പോകുന്നു ഞാനീ ദേശം അന്യനാൻ പരദേശിയാൻ പാർത്തദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. കർത്താവിൽ മരിക്കുന്ന മധ്യ ഭാഗ്യവാന്മാരവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന മധ്യ ഭാഗ്യവാന്മാരവർ നിശ്ചയം. ചെന്നു ചേരും വേഗമവ സ്വർഗ്ഗസീയോൻ. ചെന്നു ചേരും വേഗമവ സ്വർഗ്ഗസീയോൻ. വിട്ടു പോകുന്നു ഞാനീ ദേശം അന്യനാ പരദേശിയായി പാർത്തദേശം സ്വന്ത നാട്ടിൽ
എന്റെ ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയ ജനമേ. എന്റെ ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയ ജനമേ. വീണ്ടും കാണും വേഗം നമ്മൾ കത്തൻ വാനിലെത്തുമ്പോ. വീണ്ടും കാണും വേഗം നമ്മൾ കത്തൻ വാനിലെത്തുമ്പോ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനാ പരദേശിയ പാത്തദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ.
പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുതലേക്ക് തന്നെ ആമീൻ. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സിസ്റ്റാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മനുഷ്യരാജാവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുനാമം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശിക്ഷിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഇതിനോട് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോട് സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. തിരുവനന്തപുരമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവനേ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ അനുഗ്രഹവും കരുണയും ദൈവമായ കർത്താവേ, താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ വേർപെട്ട് ഈ വ്യർത്ഥ ലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ആത്മാവ് പുനരുത്ഥാന ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച മുഖപ്രസന്നതയോടുകൂടെ നിന്നെ എതിരേൽപ്പാനും സംഗതിയാക്കണമേ. ആബോ അവറോഹോ കാദീശോ ഓശോ വകുലസുബാൻ ലോൽമീ. മൃതനെ പോൽ ഞാൻ വിസ്മൃതനായി. ഹല്ലേലൂയ ഹല്ലേലൂയ പാഴ്പാത്രം പോലായി ഞാൻ. ആടുകളേറ്റമെനിക്കെതിരായി ഹല്ലേലൂയ
കൃപയും പോഴ്ചയും അനുഭവത്ത നല്ല ഉന്നതിയും ഇപ്പോഴും എപ്പോഴും സദാ യോഗ്യനായിത്തീരുമാറാകുന്നേ. Glory to him who raises the dead and quickens the buried, who is the judge of judges. Him we remember and glorify at this time of the performance of his servants' burial, and at all festival times of our seasons, and through all the days of our life, forever and ever. Amen. Glory to you, Christ our God, who was and is and shall be forever, who will come in the glory of his Father with his holy angels, in whose presence the angelic orders, the spiritual prayers, and the innumerable miracles of the heavenly host stand in fear and trembling, who is worshipped and adored by the cherubim and seraphim with power and glory on the clouds of heaven. We give thanks to you, by whose voice that shall be cast down. Sheol shall be destroyed, and all the elements shall be dissolved. The heavens shall suddenly pass away, the earth and the works in it shall not be restored to their structure. We offer you praise, O Creator and Maker of all things, for by your creative word all the nations, tribes and races shall be guarded to stand. I be tried before your dreadful and fearful judgment seat, that everyone may be rewarded according to that which he has done in his body. Whether it be good or bad, we beseech you, Almighty and most merciful God. When all these things happen, that this your servant, even who's trusting in you, may be worthy to stand at your right hand. Fulfill to him and to us that word which your living and holy mouth said, he who eats my body and drinks my blood and believes in me will abide with me, and I with him, and I will raise him on the last day. O Lord, we humbly pray you to make us with our faithful departure worthy to stand at your right hand. Grant us through your loving kindness to behold your mercies, and offer you glory and thanks, Father, Son, and Holy Spirit, now and always, forever and ever. Amen. പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. മരണം പ്രാപിച്ചഴുകിപ്പോയോ നാം ലാസറിനെ കബറിൽ നാക്കുവാനൽ ചെയ്യാം. സൃഷ്ടാവിജ്ഞാനം തുര്യുത്ഥാന മഹാദിവസേ മൃതരെ ഏറ്റിച്ചേർക്കും. യോശാഫാത്തെന്ന സ്ഥാനത്തിൽ അരയിരിക്കും ത്രോണോസിൽ സത്യവിധിക്കാൻ തലമുറകൾ വന്ന് തീരും. നാഥ സർവേശ നാളിൽ കാരുണ്യം ചെയ്യണം നീ പ്രാണപ്രദനല്ലോ. ബാർക്കുമോർ കാരുണ്യവാനായ ദൈവമേ, അങ്ങയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധതോടിയങ്ങൾ അണയ്ക്കുകയും അവിടുത്തെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി അങ്ങയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുക്കളുടെ കഠിന ബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യരുമായ ശത്രുക്കളുടെ അദൃശ്യഗണങ്ങളിൽ നിന്നും ഈ ആത്മാവ് രക്ഷപ്പെടുവാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് അവിടുത്തെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണത്തിലും ചെന്ന് ചേരുവാൻ ഞങ്ങളിലുള്ള അവിടുത്തെ ആത്മകരണയാ സംഗതിയാക്കുകയും ചെയ്യണമേ. മരൺ വലഹാൻ ലവൽ നീ അവരാനന്ദത്തോടാക്കും വന്നേ
ലോകത്തിൽ ദീനതയും പ്രത്യാശയതും പ്രാപിപ്പി ഉയരോടെഴുന്നേൽക്കും നിങ്ങൾ കേടേതും തീണ്ടിടാതെ കല്ലറയുന്നു പറുദീസപ്പുകാർ വാസമാസന്നം പാർക്കുമോ നിങ്ങൾ പൗലോസ്ലീഹാച്ചും ദൈവം കേട്ട് മൃതരെയോർത്തി കടൽ നിങ്ങൾ കരുതം ആശിച്ചേടും നെയ്പാലിൽ കാകളനാദത്ത മൃതരെല്ലാരും എഴുന്നേൽക്കും താൽക്കാലികമായി യാത്രം നിത്യതയെ പ്രാപിച്ചിടും പലുമെഴുന്നേൽക്കും കേടില്ലാത്തുത്ഥാനത്തിൽ വന്നാളിൽ വർഷിക്കട്ടെ ചൂടിൽ ബാലന്മാരിൽ വീഴ്ത്തിയ ജീവപ്പാനി നീരാമൃതലോകത്താകുലമേറും ഭവനങ്ങളിൽ മരുകുന്നോരിൽ നിന്ന ഭയത്തിൽ നിദ്രീതരാം ദാസൻ മാതൻ പിഴപോക്കിട്ടവകാശം നൽകിയിടണം ശാശ്വത സുസ്ഥിര രാജ്യത്തിൽ നിൽസരണേ മൃതനാം ദാസിൽ അവ്യത നൽകട്ടെ ഏവരും ഒരുപോലെ പ്രതിസുഖരണമെന്നാൽ യൗവനമതി കഠിനതരം നാഥ നൽകണമാശ്വാസം സകലം രക്ഷിക്കാസ്തേഹിതരുതകീട ഏവം നിധിവചനം ക്രിയയാൽ നിറവേറി ഗുണനാഥ ചെയ്യുക ബാഹുകളിലെല്ലാം സ്തോത്രം കർത്താവേ നിന്നാൽ മൃതരുയരും സ്വർഗം നേടിയിടും സ്തോത്രം പാടിയിടും ഹൃദയമുഖർന്നുത്ഥാനത്തിൽ ശരണം തന്നവനാം ഉയിരിൽ നാഥൻ ധന്യൻ സുസ്മൃതിദാസ
വിമലന്മാരുണ്ണി ഇവനെ പ്രഭയിൽ മണവറയിൽ പാർപ്പിക്കണമേ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും ഹബീബായി ബാറയ്ക്കുമോ നീതിയോടെ ഹൃദയത്തെ ഉണർത്തുവീൻ. നിങ്ങൾ പാപം ചെയ്യരുതേ. ചില ആളുകൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലാതിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാവുന്നു ഞാൻ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ മരിച്ചവർ എങ്ങനെ പുനരുത്ഥാനം ചെയ്യുമെന്നും ഏത് ശരീരത്തോടു കൂടി വരുമെന്നും ചോദിച്ചേക്കാം. പോഷ, നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല, ഗോതമ്പിന്റെയോ യവത്തിന്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിന്റെയോ വെറും മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യന്റെ ശരീരം ഒന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയയുടെ തേജസ് ഒന്ന്, ഭൗമികരുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്. നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാകുന്നു മരിച്ചവരുടെ പുനരുത്ഥാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉത്ഥാനം ചെയ്യുന്നു. ഹീനമായി വിതയ്ക്കപ്പെടുന്നു, മഹത്വത്തോടെ ഉത്ഥാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉത്ഥാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉത്ഥാനം ചെയ്യുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീയനല്ല, ഭൗതികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും സ്വർഗീയരും. ഭൗമികന്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ സ്വർഗീയന്റെ സാദൃശ്യവും നാം ധരിക്കും. എന്നാൽ എൻ്റെ സഹോദരന്മാരെ, ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അർഹിക്കാവുന്നതല്ല, നശ്വരമായതിന് അനശ്വരതയെ അർഹിക്കാവുന്നതല്ല എന്നും ഞാൻ പറയുന്നു. ഇതാ ഞാൻ ഒരു രഹസ്യം നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കയില്ല. അവസാന കാഹളം ഊതുമ്പോൾ കണ്ണുമിക്കുന്ന വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയമായി പുനരുത്ഥാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്നാൽ നശ്വരമായത് അനശ്വരതയും മധ്യമായത് അമർത്തതയും ധരിക്കുവാൻ പോകുന്നു. ആഹായ് ബാറയ്ക്കുമോ. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണോ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ തമ്പുരാന്റെ
വിശുദ്ധായ എവങ്കേലിയോൻ ലോകത്തിന്റെ ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ യുഹാനോൻ ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്നും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രനെ സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നത് അതുപോലെ തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിൽ ഉപരിയായിട്ടുള്ള പ്രവൃത്തികളെയും അവൻ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവർ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അത് ഇപ്പോൾ തന്നെയുമാകുന്നു. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവക്കല്ലറകളിൽ സ്ഥിതി ചെയ്യുന്നവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനു വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുത്ഥാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. Furthermore, let us all stand well fittingly, with sadness and sorrow, and with voices pleasing to God. Let us respond by saying, Kyrie eleison. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനും മരണത്തിന്റെയും വിയോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജനങ്ങളുടെയും ദൈവവുമായ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. He who has said, I am the resurrection and the life, and everyone who believes in me has life forever, and does not come for judgment, but he has passed from life to death, and we beseech you at this time. മരിക്കുന്നവന്റെയും മരണഗതി കാലം തുടങ്ങി തലവരേറ്റുന്നതിനിടയ്ക്ക് മനസ്സ് അനുതാപത്തിലേക്ക് ശ്രദ്ധപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ഞാൻ സമ്പൂർണമായ തന്റെ മനുഷ്യാവതാരത്തിൽ കൽപ്പിച്ച് ക്രമീകരിച്ചിരിക്കുന്ന മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. He who has delivered and rescued the souls of all of us from the dominion of the accuser and all his hosts, rescue the soul of our brother from all those who stand in the air to capture the souls of the wicked, and lead him to the heavenly Jerusalem. O Lord God, we beseech you at this time. He
കൃപകളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം പ്രിയരായി സോനം നൽകിയിരിക്കണം. പ്രിയരായി സോൻ, പ്രിയരായി സോൻ, പ്രിയരായി സോൻ. എല്ലാവർക്കും അവിടെ ഇരിക്കാം. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, മരണദുഃഖത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്തിലേക്ക് നാം വന്നെത്തിയിരിക്കുകയാണ്. കാലാവസ്ഥയുടെ അല്പം പ്രതികൂല സാഹചര്യം ഉണ്ടായിട്ട് പോലും പ്രിയപ്പെട്ടവരൊക്കെയും വന്നതില് ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും സ്നേഹമുള്ള എല്ലാ കുടുംബാംഗങ്ങളോടും സ്നേഹിതരോടും ഇവരുടെ നന്ദിയും സന്തോഷവും ആദ്യമായിട്ടാണ്. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങളൊക്കെയും ഭംഗിയായിട്ട് നടത്താൻ കർത്താവ് കരുണ ചെയ്തു. തുടർന്നുള്ള കാര്യങ്ങൾ അനുഗ്രഹകരമായി നടത്തത്തക്കവണ്ണം ദൈവത്തിന്റെ കൃപയും കരുണയും സാന്നിധ്യവും ബഹുമാനപ്പെട്ട ഈപ്പനോടും കുടുംബത്തോടും കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ നാമത്തിൽ വീണ്ടും ഇടവകയിലായിട്ടുള്ള പ്രാർത്ഥന അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഈപ്പനും ഈ ഇടവകയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ പറയുകയില്ല. സാധാരണ ഏതൊരു പട്ടക്കാരനും സഹിക്കാനാവുന്നതിലപ്പുറമാണ് ഇടവകയിലെ പ്രിയപ്പെട്ടവരുടെ വേർപാട്. തന്റെ ഇടവകയിൽപ്പെട്ട ഒരാള് ഈ ലോകം വിട്ടു പോവുക എന്ന് പറയുന്നത് തികച്ചും സങ്കടമാണ്. ഞങ്ങളുടെയൊക്കെ ഉദ്ദേശവും പ്രാർത്ഥനയും എല്ലാവരും ദൈവസന്നിധിയിൽ എത്തണമെന്നും അതിനായിട്ട് ഇടവക ജനങ്ങളെ ഒരുക്കുക എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും വേർപാട് വിതയ്ക്കുന്ന ദുഃഖം, പ്രയാസം അത് വളരെ വലുത്. കഴിഞ്ഞ ദിവസം വരെ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിൽ ഈപ്പന്റെ പേരുണ്ടെങ്കിൽ അവിടെ നിന്ന് ഈപ്പന്റെ പേര് മാറിയിട്ട് ദൈവസന്നിധിയിലായിട്ടുള്ള വിശുദ്ധന്മാരോട് ചേർന്ന പേരുകൾ എഴുതുകയാണ്. നിശ്ചയമായും ഈപ്പന്റെ വേർപാട് ആ കുടുംബത്തിന് ദുഃഖമുണ്ടാക്കുമെങ്കിലും അദ്ദേഹം ചെയ്ത നന്മയും നല്ല പ്രവൃത്തികളും ഈ വാത്സല്യ കുഞ്ഞുങ്ങളൊക്കെയും ഓർക്കുകയും അതവർക്ക് സന്തോഷമായി തീരും എന്ന് കർത്താവിൽ പ്രത്യാശിച്ചു. അങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ ഫ്യൂണറൽ ഹോമിൽ വെച്ച് പവർ പോയിന്റിൽ കൂടെ ചില കാര്യങ്ങൾ സ്ലൈഡ് ഷോ കാണുക. പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന 2 കാര്യങ്ങൾ. ഇടവകയെ മാത്രമല്ല, കുടുംബത്തെ മുഴുവനായിട്ട് സ്നേഹിച്ച ഒരു വലിയ മനുഷ്യൻ. രണ്ടാമത്, ഈ മനുഷ്യൻ ഒരിക്കലും മരിക്കുകയില്ല. കർത്താവിന്റെ തിരുവചനം ഉള്ളിടത്തോളം ഈ സ്നേഹം ഒരിക്കലും മരിക്കാതിരിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥന. അത് വാത്സല്യ കുഞ്ഞുങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ നല്ല പ്രവൃത്തികളിൽ കൂടെ അദ്ദേഹത്തിന്റെ നാമം നിലനിൽക്കാൻ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും എന്ന് പ്രവർത്തിക്കും. രണ്ടാമതായി, ഇടവകയെ സംബന്ധിച്ച ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ഇടവകയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സ്നേഹിതനാണ് ഈ. അദ്ദേഹം ആയിരക്കണക്കിന് ഡോളറിന്റെ സംഭാവനകളും മറ്റു പ്രവർത്തനങ്ങളും ഇടവകയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, സാന്നിധ്യം കൊണ്ടൊക്കെ അദ്ദേഹം ചെയ്തതിനെ വേറൊന്നായിട്ട് വെക്കാൻ ഒക്കുകയില്ല. കാരണം അത്രമാത്രം വളരെ വിലപ്പെട്ട സേവനമാണ് ഇടവകയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഇത് കടന്നു പോകുന്ന സമയത്ത് ഒരു ശക്തനായ നേതാവിനെ പോലെ മുമ്പിൽ നിന്ന് എല്ലാവരെയും കൂട്ടിയിണക്കി ഏകോദര സഹോദരങ്ങളെ പോലെ
ഇടവകയുടെ പ്രവർത്തനങ്ങൾക്ക് അതിന്റെ ഭംഗിക്ക് കോട്ടം വരാതിരിക്കത്തക്കവണ്ണം അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളൊന്നും ഒരിക്കലും ഈ ഇടവക മറന്നു. പ്രത്യേകിച്ച് ഇതിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് വളരെ ഭാരിച്ച ചുമതലയായിരുന്നു അദ്ദേഹത്തിന്റെ പക്കൽ ഇടവകയെ ഏൽപ്പിച്ചത്. അതായത് ഈ സൈഡിൽ കാണുന്ന വിൻഡോകളും അതിന്റെ ഇടവകയ്ക്ക് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങള്, വിശുദ്ധ മദ്ബഹായിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നാട്ടിൽ നിന്ന് ക്രമീകരിച്ച് കൊണ്ടുവരിക എന്നുള്ള ഒരു ഭാരിച്ച ചുമതല ഇടവക അദ്ദേഹത്തെ ഏൽപ്പിച്ചപ്പോൾ ഒരു മടി പോലും പറയാതെ സന്തോഷത്തോടെ ഒരിക്കൽ അദ്ദേഹം പാലസിന്റെ കുഞ്ഞുങ്ങളെ കാണാനായിട്ട് വെക്കേഷൻ ഇവിടെ വന്നു. ഇവിടെ വന്നതിന്റെ ഏതാണ്ട് 2-3 ആഴ്ച ഇവിടെ താമസിക്കത്തക്കവണ്ണമാണ് വന്നത്. പെട്ടെന്നാണ് അടുത്ത ദിവസം വിവരം അറിഞ്ഞത് അവിടെ ഇൻകം ടാക്സുമായിട്ട് ഏതോ പ്രശ്നമുണ്ട്, പള്ളിയുടെ സാധനങ്ങളൊക്കെ കയറ്റി അയക്കാനായിട്ട് അല്പം താമസമുണ്ടാകും. അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എന്തായാലും ഇത്രയും താമസമായി, ഇനി 3 ആഴ്ചയുടെ അല്ല ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്നാൽ അങ്ങനെയാണ് വെച്ചാൽ ഫോൺ വെച്ച് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു പറഞ്ഞാൽ ചന്ത നാളെ അങ്ങ് പോകാം. ഓരോ ദിവസം കഴിയുന്നതോറും നാട്ടിലെ നിയമങ്ങൾ മാറുക, അതുകൊണ്ട് ഇപ്പൊ പോയെങ്കിലേ കഴിഞ്ഞ് പറ്റുള്ളൂ. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ അദ്ദേഹം നാട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തി. കൃത്യസമയത്ത് വളരെ കൃത്യതയോടെ ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിലും 5 ദിവസവും തൃശ്ശൂരും കോട്ടയവും മറ്റു സ്ഥലങ്ങളുമായിട്ട് യാത്ര ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഇടവകയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചത്. ഇതൊക്കെ ചെയ്താലും എന്തെങ്കിലും ഒരു നല്ല വാക്ക് പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യനല്ലായിരുന്നു. ഈ ഇടവക ഇതിന്റെ കൂദാശയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ആദരിക്കത്തക്കവണ്ണം ഒരു മനോഹരമായ ഫലകം ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹത്തെ ഞാൻ ആ വിവരം അറിയിച്ചു. ഒരു ദിവസം എൻ്റെ ഓഫീസ് മുറിയിൽ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ അങ്ങനെ എന്നോട് ചെയ്യും, ഞാൻ ഈ ഇടവകയ്ക്ക് ചെയ്തൊന്നും മാറ്റൊന്നും കിട്ടാൻ വേണ്ടിയില്ല. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുണ്ടെങ്കിൽ അത് വളരെ വലുതാണ്. അതിനപ്പുറമായിട്ട് ഒന്നിനും എന്നെ നിർബന്ധിക്കും. ഞാൻ ആ വലിയ മനുഷ്യന്റെ ഇടവകയോടുള്ള സ്നേഹവും മാത്രമല്ല ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും ഭക്തിയും ഒക്കെ ഒന്നുകൂടെ ചിന്തിപ്പിക്കത്തക്കവണ്ണം മനോഹരമായിരുന്നു ആ കൂടിക്കാഴ്ച. ഒരിക്കലും നിലയ്ക്കാത്ത സ്നേഹത്തിന്റെ ഉടമയായ ഈപ്പന് ഈ ഇടവകയിൽ നിന്ന് യാത്ര പറഞ്ഞു പോകും. എനിക്ക് അദ്ദേഹത്തിന്റെ മകനോട്, മകളോട്, കുടുംബാംഗങ്ങളോടൊക്കെ അങ്ങേയറ്റം സ്നേഹവും താല്പര്യവും. ഇപ്പോഴ് ബഹുമാനപ്പെട്ട ഷൈജു വന്ന് അദ്ദേഹത്തിന്റെ അനുസ്മരണവും നന്ദി അറിയിക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ അറിയിക്കാനായിട്ടുള്ളത്. ഒന്ന്, ഈ ഇടവക ഈപ്പനെ ഇതിനു മുമ്പ് മാത്രമല്ല സ്നേഹിക്കുന്നത്, മരണശേഷവും ഈ ഇടവക എന്നെല്ലാം ഉണ്ടോ, ഈ ഇടവകയുടെ ജനങ്ങൾ എന്തൊക്കെയുണ്ടോ അന്നൊക്കെ ഈപ്പൻ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഭാഗമായി. അതുകൊണ്ട് ഇടവക അന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് എഴുതി വെച്ച ആ മനോഹര ഫലം അദ്ദേഹത്തിന്റെ വാത്സല്യ മകൻ ഷൈജുവിന് ഒരു മരണാനന്തര ബഹുമതിയായിട്ട് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. രണ്ടാമത്, ഷൈജുവിന്റെ വാക്കുകൾക്ക് ശേഷം മൃതശരീരം അവസാനമായി കാണാനുള്ള അവസരമാണ്. പ്രിയപ്പെട്ടവരൊക്കെ അന്ത്യചുംബനം കൊടുക്കുന്ന സന്ദർഭം. വലിയ കരച്ചിലും ബഹളവും ഒന്നും കൂടാതെ ഈ പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ പറഞ്ഞയക്കാനായിട്ട് ശ്രമിക്കണം. അതിനുശേഷം വീണ്ടും ഇവിടെ വെച്ച് നടത്തുന്ന പ്രാർത്ഥനകൾ ഉണ്ടാകും. ആ പ്രാർത്ഥനകൾക്ക് ശേഷം കെട്ടി ഇവിടെ വെച്ച് തന്നെ അടച്ച് മൃതദേഹമൊക്കെ വളരെ ഭംഗിയാക്കി സെമിത്തേരിയിൽ പോയി അവസാന ശുശ്രൂഷകൾ നടത്താനാണ് വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ബഹുമാനത്തോടെ, സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട ഷൈജു ഈപ്പനെ ഈ ഫലകം
സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. അതിനുശേഷം അദ്ദേഹം രണ്ട് വാക്ക് പറയുന്നു. ഇത് ഞാൻ വായിക്കുകയാണ്. പുതുക്കി പണിത നമ്മുടെ പള്ളിയുടെ ചിഹ്നത്തോട് ചേർന്ന് presented to Carlisle K. Eaton with warm affection and a deep appreciation for your devoted, loyal and untiring services. St. Gregorios Orthodox Church gives you. Before I start saying a few words about my father, I would like to first say thank you. First and foremost, I would like to thank our Father God, because it's through His love and concern that we are here. I would like to say thank you to our Savior, Jesus Christ. Through His sacrifice and love, we are here. And I'd like to thank the Holy Spirit, through whose comfort and prayers we are here. I would like to thank the members of St. Gregorios Orthodox Church, especially our Vicar. I would like to thank all of the ushers that were here today. And I'd like to thank my family. I'd like to thank all of you. I know that the weather conditions outside right now are not the best, but the fact that you are here humbles me. And I thank you for that. I'd like to thank Park Funeral Chapel, who has, unfortunately, has to host both my mother and my father. I'd like to thank in advance All Saints Cemetery. If I have left anyone out, our camera and video, I'd like to thank them as well. And if I have forgotten anybody, please. Our choir, Saji, who's handled our sound, and anyone else. Once again, if I have left anyone out, I apologize, and please accept my humble apologies. Respected Utchins, family, friends, and well-wishers, we gather here today under the most difficult of situations to say goodbye to someone that has touched our lives in special ways that we hold dear. And that person is my father. It is with a heavy heart that I ask everyone here at this moment to stop the sorrow they are feeling in their hearts, because what I will say in these next few minutes will point toward a celebration of a life well lived. My dad stood only 5'4", but make no mistake of it, he was larger than life. His very presence filled every room he went into. There is a saying that goes, I am just a small fish in a big pond. However, with my father, the saying goes, I am the big fish, and this is my pond. Today, my friends, I have the easiest job of anyone here. Unlike our Utchins, who have conducted a perfect service, or the members of this church who have created the perfect farewell tribute,
or my family who have put together a perfect viewing and remembrance, or all my dad's friends who have found the perfect ways to capture the essence of my father. No, brothers and sisters, I have a very easy job, because today all I have to do is retell a story about a great man, my father, who painstakingly already created all the details for me. He always tried to make things easier for me. My beautiful, precious firstborn child, Anju, spoke about her Abhijan and used the dates of his first breath and his last breath. And said the dash in between those dates was a representation of his life. Today I will speak to you a little bit about that dash. The simple part of this job is that it will not take too much thinking on my part, because I do not have to think too hard of what to write. He was a great man and did great things. The difficult part is I have to figure out what I should leave out. You have to understand, my father was a living legend. When someone is taken from us, as my dad was in the prime of his life, understandably, we are not as comfortable with words and phrases that points toward a celebration of their life. Immense anger, deep hurt, inconsolable grief, rage, disbelief. These are just a few of the words that are associated with the thoughts of my dad's passing. But hidden in all the pain and sorrow that we feel, there is undeniably something to celebrate. We can celebrate the fact that we have known Kunjamon. Though he is no longer with us, we can celebrate that we are privileged and honored to have known him, that he was part of our lives. With great conviction, I can say my dad is the funniest man I've ever known. He is undoubtedly also the coolest guy I've ever known. He was born to Kuriakos in Sarama on May 15, 1943, the youngest of 6 children. He was known by Kunya because he was the baby of the group. I'm not sure at what age my dad first started telling jokes, but I'm sure it was soon after he came out of my grandmother's womb. I've heard from his brothers and sisters that he often used to use his time during the day in his younger years getting in trouble, then the rest of the day using his charm and wit to get away with it. Dinner with my dad usually meant half the time spent eating, half the time spent laughing. As he grew up, his penchant for the spotlight only grew. As a young man in Bombay, he was always the funny man in the group. I had seen so many different pictures of his times hanging out with his friends in Bombay. And the one thing that I could tell you that I noticed in every one of those pictures was that everybody's head and eyes were toward him. I'm not sure if it was that humor that captured my mom's heart, or it was the impressive way that in a room full of people, my dad could make you feel that you were the only one that mattered. Believe me, I experienced that feeling all too often, because regardless of who was in the room, he would be more than willing to give me an Uggy if I needed one. Or better yet, ask one of the younger generation here in our church, whose years my dad was more than eager to pull in the middle of service if we were acting up in church. My dad came to this country in 1975, after my mom spent 3 years preparing for our arrival. Although short on education, but not on talent, he started working as an electrician. We grew up in Flushing, where most of the members of this great church lived in the same apartment building. It was the best of times. Fridays and Saturdays, all the uncles gathered together in one apartment and played cards. All the mothers gathered in another apartment and cooked. And all the kids gathered in another apartment and played. It was a simple time. A time which allowed a father to be a father, which meant plenty of time to discipline a son who wanted to be just like his father. A few years later, something in the drinking water caused half the members of this church to have children.
in 1978. It was either the drinking water or all the time spent playing cards meant that our fathers needed to give our moms something else to preoccupy their minds with, other than them thinking of all the time that our dads were spending playing cards. It was that year my dad's favorite person was born, my sister. Believe me, I have 2 daughters. I know exactly the feeling and how special that bond is. They say a father is a son's first hero and a daughter's first love. Soon after our family started growing, the members of this church reluctantly decided it was time to disband the Flushing Kerala connection and move to other parts of New York. We ended up in Long Island. However, miles could not separate the bond that was shared by this church, our second and sometimes our first home. Soon after, my dad started his final career as a member of the MTA. This time of passionate dedication to his profession can be easily identified by the number of late trains running on a daily basis and the intense card games played by all the uncles in the train cars waiting to be repaired. I cannot recall one picture of my dad which did not involve cards, chore, or a good afternoon nap. As I grew up, I pictured this what it would be to be an adult and have a job. I was really excited. So you could have imagined my surprise on my first day of my real job when my supervisor asked me what I was doing after I woke up from my nap and was getting the table ready for a game of 28 and handing out beef fry and pickle. All the lessons he taught me. Every birthday, baptism, anniversary, and celebration was shared among this church group. It was never a surprise when we heard a loud roar of laughter coming from the group that it was centered around something funny my dad said. He was once the president of the Kerala Samaja. He was an actor in comedy skits, but his first love was always his dedication to the Lord in service of the Orthodox faith, primarily the St. Gregorius Orthodox Church. As the years went by, I found myself becoming more and more like my dad, which meant at times stubborn and hard-headed, as much as it meant funny, witty, helpful, insightful. My dad was a force to be reckoned with. Speaking of forces, he was the only man that I know that could yell at the Yankees coach through the TV and convince them of what to do. His dedication to the Yankees was only overshadowed by his times of him making fun of the Mets. I believe this was the hardest part of living in the house as a Mets fan. There was not a Yankee game from inning 1 through inning 9 that he was not interested in. He was in India when I informed him that George Steinbrenner had passed away. Through his sorrow, he asked me to get a copy of every single newspaper so he could read about it when he came back. The Yankees have lost a great lack of support. It's a great source of support. It takes someone of extra special strength and character to say something, to mean it, and then to stick by it. Due to his strong character and serious nature, my dad had the ability to gain very close friends and alienate others. I know that I hope these people are here today and count themselves as lucky and privileged to have known and be a friend with my dad. I remember too many times when I first met an uncle and they would ask me, "Didn't open the bed door?" I would say, "KK Ipin." And they would all have the same response. "Ah, ni Ipin Namona." I know your father. Did I mention my dad was larger than life? After speaking to them for a while, they would conclude the same thing. "You are just like your father." To which I would proudly respond, "Pinilla, ended up in the morning." I would be greatly honored if I am referred to as Ipin the morning to the very day I take my last breath. After all this time here in this country, he was ready to call it a life well spent and wanted to return to his motherland to spend the twilight of his years with my mom.
He considered himself a blessed man and always said that he has seen his 2 children grow up into faithful servants of Christ, married, and seen his first grandchild on June. Unfortunately, life has a way to be cruel sometimes, and right before her retirement, our mom went to be with the Lord. In the midst of his turmoil, he found a very faithful companion in his dog Shimbu, his new child. Shimbu was treated even better than my sister. I only know this because if Shiny tried to pee on the living room floor, she would have gotten in trouble. But Shimbu, my dad just laughed and thought it was cute. Shimbu became as legendary to the members of this church and his friends that visited him than my father was. A few months ago, our dad called complaining about pain in his leg, and soon after, he began his final journey to be reunited with my mom. Over these last few months, my dad had a great opportunity to speak to all his friends he has made over the years and clear up any outstanding matters. As usual, people were coming out of the woodwork that I never knew or met who told me they were a very close friend of my dad. My dad continues to amaze me. He is everything that I want to be and always will strive to be. He is the person that I want my son to grow up to be. Every person that came to visit him always commented on how great his spirits was. Those people walked out of there feeling better about themselves than they did when they came in. My dad joked to the very last minute. It may sound gut-wrenching to say, but because of these last few months, I have grown even closer to my dad. I will never look back on this time with the sorrow that it deserves. I will only see it as a time that I became more my father's son. During my time in the hospital with my dad, I specifically told him that I would not pray for a cure or for healing or for relief or anything else other than just one thing, that he gets to know our Savior even more. Because when we know our Savior even more, all those things come with it, and so much more. He agreed. And we also agreed on one more thing. No fear. No fear whatsoever. So none was ever displayed by him. On Monday night, my dad told my wife, Mole and Abaya and Nico. He said, then you go to her. On Tuesday night at approximately 10 p.m., the nurse's aide came to me and said that my dad wanted to talk to me. We talked, and he wanted to watch a Yankee game with me. So we watched the 1978 World Series. Right before he slept, for the final time, he suggested I become a Yankee fan. I will oblige. Respected Hutchins, family, friends, and well-wishers, I hope that after reliving the story of our father, everyone here is sitting with a smile. I will speak on behalf of my father and share with you a quote that his godson and nephew Emson reminded me of recently. Someday sooner is always better than someday later. Children, when you leave here, no matter how old you are, hug your parents and tell them that you love them, because one day sooner is always better than one day later. Let us be content with what has happened and be thankful for all the things we have shared. Let us accept the natural order of things in which we must live. Let us reconcile ourselves to the mysterious ways of our Lord and our predestined destiny, such as they must be in this world. Let us treasure our joys, but not forget our sorrows. The glory of light cannot exist without the presence of darkness. Life is whole. Good and bad must be accepted together. This journey, however, has been enjoyable and well worth making. I will leave you with a few lyrics of a song that my dad and I listened to, or more that I made him listen to,
while we lay in the hospital bed. I try to hold on to this world with everything I have, but I feel the weight of what it brings and the hurt that it tries to grab. The many trials that seem to never end, His word declares the truth, that we will enter in this rest with wonders in you. But I hold on to this hope and the promise that He brings, that there will be a place with no more suffering. There will be a day with no more tears, no more pain, and no more fears. There will be a day when the burdens of this place will be no more, and we'll see Jesus face to face. I may have mentioned to you that my dad was larger than life. However, I failed to mention to you that my dad was larger than this life. This world could not contain him. Now he has the heavens to roam and keep everyone laughing. Today in this room lies the luckiest man on earth. So let us rejoice, for he has found eternal peace. The Lord has now with him another good and faithful servant to sit there right next to my mom. May God's peace be with you all. ഇവിടെ പ്രിയപ്പെട്ടവരൊക്കെയും വന്ന് അന്ത്യചുംബനം കൊടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് ആർക്കെങ്കിലും ബോഡി കാണാനുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അതിനുശേഷം പ്രിയപ്പെട്ടവരൊക്കെയും വന്ന് ഈ അന്ത്യചുംബനം കൊടുക്കുന്ന സമയം.
ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും പാടുകയും ചെയ്യുമാറാകണമേ. ഓശോ വബകുല സുബാൻ മേഘങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടെയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെ നാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തതുപോലെ കർത്താവേ, ഇതാ തിരുവിഷ്ടം ഈ നിന്റെ ദാസനിൽ നിറവേറിയിരിക്കുന്നു.
ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, എന്നേക്കും ശരണമേ നിനക്ക് സ്തുതി പാലിക്കുമോ. സ്വർഗീയമാലാകമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മൺപേരുമായി ഞങ്ങളുടെ സ്തുതിച്ചു പറയുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തി മുന്നിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നൽകി കരയേറ്റുന്നു. ലോകത്തിന്റെ ഭാവത്തെ വഹിക്കുന്നതുമായി ജീവിക്കുന്ന കുഞ്ഞാടായ യഹോവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു, പിതാവായ ദൈവത്തിൽ മാത്രത്തിന്റെ വിശുദ്ധമാരുടെ ക്ഷമിക്കായ നീ മാത്രം കർത്താവാകുന്നു. എല്ലാ കാലത്തും ഞങ്ങൾ ജീവിതമുള്ള നാളൊക്കെ എന്നെ വാഴ്ത്തുകയും എന്റെ വാഴ്ത്തുകയും ചെയ്യും. ഞങ്ങളുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ നീ വാഴ്ത്തപ്പെടുന്നു. സ്വരത്തിന്റെ ദൈവവും സത്യത്തിന്റെ നാമമായി ദൈവം കൃപ ചെയ്യും.
എല്ലാവർക്കും അവിടെ ഇരിക്കാം. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ ഊഴിയായ ദേഹവും മായയാർന്ന ലോകവും വേർപിരിഞ്ഞു പോയിടും നിത്യമന്ദിരത്തിൽ ഞാൻ അല്ലൽ തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ ധന്യമായി ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മണ്ണിലെന്നു നിങ്ങൾ എന്നുമേ സ്മരിക്കണേ ശക്തിയോ പ്രാർത്ഥിക്കാം. മക്കളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരെ ദൈവം കൃപ ചെയ്യും. ദിനതുല്യം നരരുടെ നാളുകളോ ഹല്ലേലൂയ. ഒന്നിവയിലിൽ പോയി വാഴുന്നു. ബോധപൂർവ്വം റൂഹോ കാദിസോ. താലേ നിൻ കൃപയിൽ ഉയരത്തിൽ നിന്നേഴുന്നള്ളി
നൽകുന്നു ശരീരം ഭക്ഷിച്ചു ചന്ദ്രക്കമ്പാലും ജീവൻ പാതാളത്തിൽ പോരാനില്ല എന്നും അവൻ ജീവിപ്പാൻ ഞങ്ങൾക്ക് മരിക്കുന്നു എന്നും വിഗ്രഹങ്ങൾ വന്നിരിക്കുന്നവനെ കുറിച്ച് കർത്താവും നിത്യദൈവമേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി. കർത്താവേ, നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ, ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിനായി വന്ന് ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് പാപപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോടെ നിന്നിലുള്ള ശരണത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന ഈ ദാസന് പാപപരിഹാരം നൽകുകയും ചെയ്യുമാറാകണമേ. ഇന്നേ ദിവസം സത്യവിശ്വാസത്തോടും ദൈവികമായ യോഗ്യതയോടും കൂടെ ക്രിസ്തീയ അനുചിതമായ നിരയെ നിദ്രപ്രാപിച്ചിരിക്കുന്ന ഈ മശിഹായുടെ പ്രത്തിനെ ദൈവം തൻ്റെ നിർമ്മലമായ തൃക്കരങ്ങളെ അംഗീകരിക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി അവിടുത്തെ കരുണയോട് പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണമായ ഉന്നത സ്ഥാനം ഇവന് നൽകട്ടെ. സ്വർഗരാജ്യത്തിലെ മണവറയും തോട്ടവും മേശയും കർത്താവിന് നൽകുമാറാകട്ടെ. കണ്ണുകളാൽ കാണപ്പെടുകയോ ചെവികളാൽ കേൾക്കപ്പെടുകയോ മനുഷ്യഹൃദയത്താൽ വിഗ്രഹിക്കപ്പെടുകയോ ചെയ്യപ്പെടാത്തതും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നതുമാകുന്ന വാഗ്ദാനം കർത്താവ് നിവർത്തിക്കുമാറാകട്ടെ. കർത്താവിന്റെ പാപങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ക്ലേശപൂർണ്ണമാകുന്ന കലോകത്തിൽ വെച്ച് ഇവൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും തെറ്റുകളും ദൈവം മായ്ച്ചു കളയുകയും എൻ്റെ മഹാകരുണയാൽ അവ ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ. നീതിമാന്മാരിൽ കരുണ ചെയ്യുന്നതാകുന്ന സമയത്ത് ഇവരിലും കരുണ ചെയ്യുമാറാകട്ടെ. പാലുവാന്ന് തന്നെ കോപ്പിച്ച ദുഷ്ടന്മാരോട് ദൈവം പ്രതികാരം ചെയ്യുന്ന സമയത്ത് കരുണ ആവശ്യമായി വരുന്ന ആ ദിവസത്തിൽ ദൈവം മുന്നിൽ കരുണ ചെയ്യട്ടെ. ദൈവം തൻ്റെ വിശുദ്ധന്മാരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും കൂട്ടത്തിൽ ഇവനെ ആനന്ദിപ്പിക്കട്ടെ. ആ ദരിദ്രനായ എല്ലാ അസുരനോടുകൂടി ഇവനെയും ദൈവം ആനന്ദിപ്പിക്കട്ടെ. കാരുണ്യമാകുന്ന നല്ല എണ്ണ കൊണ്ട് തങ്ങളുടെ ദൈവപേക്ഷയിൽ കെട്ടുപോകാതെ സൂക്ഷിച്ച ബുദ്ധിമതികളായ 5 കന്യാമാരോടൊപ്പം ദൈവം ഇവനെയും ആനന്ദിപ്പിക്കുമാറാകട്ടെ. തങ്ങളുടെ അടുക്കൽ നിന്നുള്ള ഇവൻ്റെ വേർപാടിൽ വിലപിക്കുമാറാകട്ടെ. ലാഭത്തിൻ്റെ സഹോദരികളെ തങ്ങളുടെ സഹോദരൻ്റെ യോഗ്യം മൂലം സന്തോഷിപ്പിച്ചവനാവുന്ന ദൈവം ഇവൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിക്കട്ടെ. മത്സര സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ, അന്യോന്യം ധൈര്യപ്പെടുത്തുവിൻ. മരിച്ചവരുടെ സംസ്കാരത്തെ നീതീകരണം പ്രാപിക്കുവിൻ. മൃതനിൽ നിന്ന് കരുണാഭിങ്ങൾ വന്ന് ആ ദൈവികമായ തിരുവഴുത്തെ നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവ് തൻ്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമഹൃദയത്തോടും വെടുപ്പോടും വിശുദ്ധിയോടും കൂടെ നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശുമിശിഹ നിങ്ങൾക്ക് ഉത്തരമരുളുമാറാകട്ടെ. ഐശ്വര്യപൂർണമായ തൻ്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാതനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിന് മുമ്പ് കണ്ട് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം എന്ന് അനുഭവിച്ചു കൊള്ളുകയും നല്ല ചെയ്യുന്ന സന്തോഷത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാകട്ടെ. നിങ്ങളെ നിങ്ങളുടെ മരിച്ചുപോയവരെയും നല്ല ശരണത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന ഈ മശിഹായുടെ ദാസൻ്റെയും പാവങ്ങൾ ദൈവമായ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവിനെ തൻ്റെ വലത്ത് ഭാഗത്ത് വിളിച്ചു നിർത്തട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവൻ്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഇവൻ്റെ വാസസ്ഥലവുമായി തീരുമാറാകണമേ. ദൈവമാതാവായ വിശുദ്ധ മറിയാമിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ ശരണത്തിൽ മേൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന നിൻ്റെ ദാസനും ആരാധകനുമായ ഇവനെ കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിന്മേൽ ദൈവത്തിൻ്റെ കരുണ എന്നേക്കും 2 ലോകങ്ങളിലും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പിതാവേ, സ്നോയെ അങ്ങ് പറന്നു വയ്ക്കുന്നത് നിനക്ക്
സമാധാനം ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും വിശുദ്ധരുടെ സംബന്ധവും സഹവാസവും ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ ഞങ്ങളോട് സംബന്ധിച്ച നിങ്ങൾ എല്ലാവരോടും കൂടി ഇപ്പോഴും എപ്പോഴും എന്തൊക്കെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇവിടുത്തെ ശുശ്രൂഷ അവസാനിക്കുകയാണ്. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്തദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ, എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ, ഒന്നും ചെയ്തില്ല ഞാനീ ഭൂമിയിൽ നിന്റെ നന്മകൾ കോർത്തതുപോ, ഒന്നും ചെയ്തില്ല ഞാനീ ഭൂമിയിൽ നിന്റെ നന്മകൾ കോർത്തതുപോ, വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനാൻ പരദേശിയാൻ പാർത്തദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. കർത്താവിൽ മരിക്കുന്ന മധ്യ ഭാഗ്യവാന്മാരവർ നിശ്ചയം, കർത്താവിൽ മരിക്കുന്ന മധ്യ ഭാഗ്യവാന്മാരവർ നിശ്ചയം, ചെന്നു ചേരും വേഗമവ സ്വർഗസീ
ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എന്റെ പാപഭാരമെല്ലാം തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ. എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിലെനിക്കു വൈദ്യൻ, ശോകവേളയിലാശ്വാസകൻ. കൊടും വെയിലതിൽ തണലുമവൻ. എന്റെ യേശു എത്ര വല്ലഭൻ. കൊടും വെയിലതിൽ തണലുമവൻ. എന്റെ യേശു എത്ര വല്ലഭൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും